ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ബീഫ് ഫ്രൈ ആണ്. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ, താഴെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ എളുപ്പത്തിൽ എങ്ങനെ ബീഫ് ഫ്രൈ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഡിഷിലോട്ട് കിടക്കാം. ബീഫ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ആദ്യം നമുക്കൊരു മാരിനേഷൻ റെഡിയാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, കുറച്ച് വിനീഗർ ഇല്ലെങ്കിൽ നമുക്ക് ലൈം ജ്യൂസ് ആയാലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ അകത്തേക്ക് ബീഫിന് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് കൈ കൊണ്ട് തന്നെ നന്നായി തിരുമ്മി എടുക്കണം. നമ്മളിതിൽ സ്പൂണൊന്നും ഉപയോഗിക്കുന്നില്ല. കൈ കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ നമ്മൾ ഇട്ടേക്കുന്ന മസാല എല്ലാം ഇട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇതൊരു 1 മണിക്കൂർ നമുക്ക് മാരിനേഷന് വെക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫെല്ലാം മാരിനേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അതിനു വേണ്ടി ഞാൻ ഈ ബീഫ് ഒരു കുക്കറിലേക്ക് മാറ്റി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ബീഫ് വേവിച്ചെടുക്കാൻ പോകുന്നു. ഞാനിവിടെ ഒരു 3 കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം നമുക്ക്. ഇനി ഞാൻ ബീഫ് ഇവിടെ ഒരു ഫുൾ വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ വേവിച്ചെടുത്ത് വെള്ളം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതും വറ്റിച്ചെടുത്ത് ഞാൻ റെഡിയാക്കി വെക്കാൻ പോകും. സോ ഫ്രണ്ട്സ്, ഞാനിവിടെ ബീഫെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ബാക്കിയുണ്ടായിരുന്നു, അതും ഞാൻ വറ്റിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഫ്രൈ ചെയ്ത് തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് 2 തൊട്ട് 3 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയുടെ അളവ് കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ബീഫ് നല്ല തട്ടുകട സ്റ്റൈലിൽ ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകമാണ് ഈ ബീഫിന് പ്രത്യേകം ഒരു ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കാം. പെരിഞ്ജീരകം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ കുറച്ച് കരിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ചേർത്ത് കൊടുക്കാം. നമ്മളെല്ലാവരും തട്ടുകടയിൽ നിന്ന് ബീഫ് ഫ്രൈ കഴിച്ചിട്ടുണ്ടാവില്ലേ? അതായത് അകത്ത് നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പിയും. അപ്പോൾ അതാണ് ഞാനിവിടെ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു സവാള ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നാൽ നമുക്ക് ഇത് പെട്ടെന്ന് വഴന്ന് പച്ച മണമൊക്കെ മാറി കിട്ടും. ഉപ്പ് നമ്മൾ നേരത്തെ ബീഫിലും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ ഇതിൻ്റെ അകത്തും ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതെല്ലാം കൂടി വഴറ്റി എണ്ണയിൽ വഴറ്റി പച്ച മണം മാറുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സവാളയെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം. ഇത് സവാളയ്ക്കുള്ള മസാല പൊടികളാണ്. അതായത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മീറ്റ് മസാല, കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇതെല്ലാം ഞാൻ ചേർക്കുന്ന മുന്നേ ലോ ഫ്ലെയിമിലോട്ടാക്കിയായിരുന്നു, അല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പോകും. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് യോജിപ്പിച്ച് എടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി ബീഫും സവാളയും എല്ലാം കൂടി യോജിച്ച്
നമുക്ക് മൊരിഞ്ഞ് കിട്ടണം. നമുക്കിനി ഇത് ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റി കൈവിടാതെ ഇളക്കി നന്നായി മൊരിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നമ്മുടെ ബീഫ് ഒരു 10 മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, മസാലയെല്ലാം പൊതിഞ്ഞ് നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഫ്രൈ കുറച്ചും കൂടി രുചി കൂട്ടാൻ വേണ്ടി ഞാനിവിടെ ഒരു താളിപ്പ് റെഡിയാക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായതും നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഈ വെളിച്ചെണ്ണയിൽ നന്നായി ഫ്രൈ ആയി ഒരു ചെറിയൊരു ഗോൾഡൻ കളറായി വരണം. അതുവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ തേങ്ങാക്കൊത്ത് ഇതുപോലെ വെളിച്ചെണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്ത് ആ ബീഫ് ഫ്രൈയിലേക്ക് ഇടുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ആരും ഈ റെസിപ്പി ട്രൈ ചെയ്യാതെ ഇരിക്കരുത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തെല്ലാം ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാനൊരു പച്ചമുളകും കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി നമുക്ക് എടുത്തു വെച്ചേക്കുന്ന ബീഫിലേക്ക് ഈ താളിച്ച് വെച്ചേക്കുന്ന കരിവേപ്പിലയും പച്ചമുളകും തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി നന്നായി യോജിപ്പിച്ചെടുക്കാം. ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി സ്വാദ് കൂടുതലായിരിക്കും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ പൊതുവെ തട്ടുകടയിലൊക്കെ കഴിക്കുന്ന ബീഫ് വലിയ ഉരുളിയിലൊക്കെ വെച്ച് കുറച്ചധികം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ല മൊരിച്ചെടുക്കുന്ന ബീഫ് ഫ്രൈ ആണ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലത്തെ ബീഫ് ഫ്രൈ എന്തുകൊണ്ട് നമുക്കും വീട്ടിൽ തയ്യാറാക്കിക്കൂടാ എന്നൊരു ആലോചനയിലാണ് ഞാൻ ഈ ഒരു റെസിപ്പി നിങ്ങളിലൂടെ എത്തിച്ചത്. ഇപ്പോൾ മനസ്സിലായില്ലേ, നമുക്ക് ഇത് വീട്ടിൽ തന്നെ എളുപ്പമായിട്ട് ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കൂ. അതുവരെ സൈൻ ഓഫ് ഫ്രം സ്വപ്ന.